ഇപ്പോഴും കഴിഞ്ഞിരുന്നില്ല. അതിനൊരു മലയാളി മാറി ചിന്തിച്ചു. കേരളത്തിൻ്റെ രുചിപ്പെരുമ ഓരോ പ്രവാസിയിലേക്കും എത്തിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ആ ഒരു ആഗ്രഹത്തിൻ്റെ സാക്ഷാത്കാരം ഒരു ബ്രാൻഡായി വളർന്നു. മലയാളിത്വമുള്ള ഈ ബ്രാൻഡിനെ ഇരു കൈകളും നീട്ടിയാണ് പ്രവാസികൾ സ്വീകരിച്ചത്. ഇന്ന് ഗൾഫിൽ മാത്രമല്ല, ആഫ്രിക്കൻ കൺട്രീസ് അടക്കം ഒരുപാട് രാജ്യങ്ങളിൽ ഈ ബ്രാൻഡ് അവൈലബിൾ ആണ്. സ്വപ്നങ്ങളിൽ നിന്നും വളർന്ന ഈ ബ്രാൻഡിനെ തേടിയാണ് ഇന്ന് നമ്മുടെ യാത്ര. Let us not miss that flowerful journey of Nellera. നെല്ലറ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്, ഈ ഒരു ബ്രാൻഡ് നമ്മുടെ യു എയിലുള്ള അല്ലെങ്കിൽ ഗൾഫിലുള്ള മലയാളികൾക്ക് പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം കഴിഞ്ഞ 4 പതിറ്റാണ്ടായിട്ട് നമ്മളൊക്കെ അറിയുന്ന ഒരു പേരാണ് നെല്ലറ. അപ്പൊ ഈ ഒരു ബ്രാൻഡ് ഉണ്ടാവാനുള്ള ഒരു സ്റ്റോറി ഉണ്ടാവും, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും. ഈ ഒരു സ്റ്റോറി അന്വേഷിച്ച് നമ്മൾ നേരെ ദുബായിൽ നിന്നും നാട്ടിലേക്ക് പോവാണ്. നാട്ടില് മലപ്പുറത്ത് എടപ്പാളിലേക്ക്. ഒരു മലയാളിയോട് നെല്ലറ എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് നമ്മൾക്ക് സ്കൂളിൽ ഉത്തരം എഴുതിയിരുന്നത് പാലക്കാട് നിന്നാണ്. പക്ഷെ ഒരു പ്രവാസിയെടുത്ത് നിങ്ങൾ നെല്ലറ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് രുചിയുടെയും മനസ്സറിയുന്ന ഒരു ബ്രാൻഡുമാണ് നെല്ലറ. ടുഡേ ഫ്രം ദുബായ് ഐ എം ഓൾ ദ വേ കം ടു കേരള ജസ്റ്റ് ടു ഫൈൻഡ് ഔട്ട് മോർ അബൌട്ട് ദിസ് ബ്രാൻഡ്. നെല്ലറ എന്ന ബ്രാൻഡ് നമുക്ക് സമ്മാനിച്ച RF കമ്പൈൻ എന്ന് പറയുന്ന കമ്പനി തുടങ്ങിയിട്ട് 40 വർഷം തികയാണ്. ഇവർ തുടക്കം ദുബായിൽ നിന്നായിരുന്നു. ദേരയിലെ ഫ്രിഡ്ജ് മുറാറിലെ ഒരു ചെറിയ മില്ലിൽ നിന്ന്. എല്ലാ സെക്യൂരിറ്റി പ്രൊസീജിയറും കറക്റ്റ് ആവുള്ളൂ. ഇതുകൂടെ കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഫാക്ടറിക്കകത്തേക്ക് കയറാനായിട്ട്. ഫുള്ളി ഗിയർഡ് അപ്പ് ഓവർ ടു ദ ഫാക്ടറി ഓഫ് നെല്ലറ. ഈ ബ്രാൻഡിന്റെ ബാക്കിൽ ഒരു ജേർണി ഉണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ വേണ്ടി കമ്പനിയുടെ CEO ഫസ്ലുർ റഹ്മാൻ ഇസ് ജോയിനിങ് us with us. ഫസ്ലുക, 40 വർഷം മുന്നേ ഒരാൾ ജോലി അന്വേഷിച്ച് ഗൾഫിലേക്ക് എത്തുകയാണ്. അവിടെ നിന്ന് തുടങ്ങിയ ജേർണി എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു ഗ്ലോബൽ ബ്രാൻഡായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ 40 വർഷത്തെ ഈ ഒരു ജേർണി അറിയാൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. നമുക്ക് ഈ കഥ ഒന്ന് കേട്ടാലോ? തീർച്ചയായിട്ടും. RF കമ്പൈൻ്റെ കീഴിൽ ഉള്ള ആദ്യത്തെ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് ദേറയിലെ ഫ്രിഡ്ജ് മുറാറിൽ ഒരു ചെറിയൊരു ഫ്ലവർ മില്ലായിട്ടാണ്. അതിൻ്റെ പേര് ആത്തിക് അബ്ദുള്ള ഫ്ലവർ മിൽ എന്നായിരുന്നു. എൻ്റെ ഉപ്പ MK മൊയ്തുണ്ണി ബാവ അദ്ദേഹമാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് നമ്മൾ 40ാമത്തെ വർഷത്തിൽ എത്തി നിൽക്കുകയാണ്. ഫസ്റ്റ് ചോദിക്കട്ടെ, എന്താണ് ആക്ച്വലി RF കമ്പൈൻ? RF കമ്പൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഹോൾഡിംഗ് കമ്പനിയാണ്. അതിൻ്റെ അണ്ടറിൽ നെല്ലറ ഉൾപ്പെടെ ഒരുപാട് ബ്രാൻഡുകളും അതുപോലെ തന്നെ നമുക്ക് കുറേ ഗ്രൂപ്പ് കമ്പനീസ് ഉണ്ട്. ഇന്ത്യയിലും UAE-ലും മറ്റ് GCC കൺട്രീസിലുമായിട്ടുള്ള ഒരുപാട് കമ്പനികളുണ്ട്. RF എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ 84-ൽ ഉപ്പ ആത്തിക് അബ്ദുള്ള ഫ്ലവർ മിൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യമായിട്ടൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തത് റോസ് ഫ്ലവർ എന്നുള്ള പേരിലാണ്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് RF എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത ബ്രാൻഡിന്റെ ചുരുക്കപ്പേര് അതിന് കൊടുത്തു. നെല്ലറയിലേക്ക് നമ്മളിപ്പോൾ അതിന്റെ ശേഷമാണ് നമ്മൾ വരുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് ആക്ച്വലി ഫസ്റ്റ് ഈ ഫ്ലവർ മിൽ തുടങ്ങിയപ്പോഴത്തേക്കും ഉപ്പ സൈക്കിളിൽ പോയിട്ടാണ് പല സ്ഥലത്തേക്കും എത്തിച്ചിരുന്നത് അല്ലേ? അതെ. രസകരമായ ഒരു കഥയാണ്. കാലത്ത് പ്രൊഡക്ഷൻ ചെയ്ത് ഉച്ചയ്ക്ക് ശേഷം സൈക്കിളിൽ വിറ്റ് തിരിച്ചു വരിക എന്നുള്ള ഒരു പ്രാക്ടീസാണ് അന്ന് ഉണ്ടായിരുന്നത്. ഉപ്പ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഉപ്പാനോട് തന്നെ ചോദിക്കാം. നെല്ലറ ഉൾപ്പെടെ 10ഓളം ബ്രാൻഡുകൾക്ക് അതിന് വിത്തിട്ട് സ്വന്തം വിയർപ്പ് കൊണ്ട് അതുപോലെ വളർത്തി ഒരുപക്ഷെ GCC-യിലെ നമ്മൾ ഫുഡ് ഇൻഡസ്ട്രിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രെൻഡ് സെറ്ററായി മാറ്റിയ നമ്മുടെ RF കമ്പൈൻ്റെ ചെയർമാൻ അദ്ദേഹമാണ് ആക്ച്വലി നമ്മളിപ്പോൾ ഉള്ളത്. നമ്മുടെ ഫസ്ലുർ റഹ്മാൻ്റെ ഉപ്പയായ മൊയ്തുണ്ണി സാഹിബാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പം മൊയ്തുണ്ണി സാഹിബ് ഗൾഫിൽ വന്നത് 1984-ലാണ് ഈ പറയുന്ന പോലെ തന്നെ ഫസ്റ്റ് ഫ്ലവർ മിൽ തുടങ്ങുന്നത് അല്ലേ? 84. അതിന് മുന്നേ തന്നെ പ്രവാസ ജീവിതം തുടങ്ങിയിട്ടുണ്ട്. ഏത് വർഷമായിരുന്നു? 82. ഓക്കെ. അപ്പോൾ ഈ ഫ്ലവർ മിൽ തുടങ്ങുന്നതിന് 2 വർഷം മുന്നേ തന്നെ ഗൾഫിലെത്തി. ഓക്കെ. അപ്പോൾ ഈ ഫ്ലവർ മിൽ തുടങ്ങാനുണ്ടായിരുന്ന ആ കഥ ഒന്ന് പറയുമോ? പറയുകയാണെങ്കിൽ കുറേ അധികം പറയാനുണ്ട്. ഞാൻ എത്തിയത് 80-ലാണ്. 1980-ലാണ്. അതെ. അതിലിടക്ക് നാട്ടിൽ വന്നു.
നാട്ടിൽ വന്നിട്ട് കുറച്ചുകൂടെ നിന്നിട്ട് ഇവിടുന്ന് പോയി അവിടെ ദുബൈയിലെത്തിയപ്പോഴത്തേന് വിസ അവസാനിച്ചു. പിന്നെ പോകാനൊന്നും വഴിയില്ല. അങ്ങനെയുള്ള ആ ആലോചനയിൽ അങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ ഗൾഫിലേക്ക് ആദ്യം എത്തിയപ്പോൾ ഉണ്ടല്ലോ, ആദ്യം ജോലി ചെയ്തത് എവിടെയായിരുന്നു? സ്റ്റാർട്ടിങ്ങിൽ അബുദാബിയിലായിരുന്നു. അബുദാബിയിലായിരുന്നു. അവിടെ അപ്പോൾ അബുദാബിയിൽ എന്തായിരുന്നു ജോലി? അബുദാബിയിൽ ജോലി ഒന്നും ഉണ്ടായിരുന്നില്ല. ജോലി തേടി പിടിച്ചതാ അറബിയുടെ വീട്ടിൽ. കിട്ടിയത് അറബിയുടെ വീട്ടിലാണ്. ഓക്കെ. അപ്പോൾ അതായിരുന്നു ഒട്ടകത്തിനെയൊക്കെ നോക്കാനുണ്ടായിരുന്നു ചാൻസ്. അവിടെ നിന്നാണ് അറബി പഠിച്ചതും അല്ലേ? അതാണ് ഭാഷ പഠിച്ചതൊക്കെ അവിടെ നിന്നാണ്. അവിടെ ജോലി കയറി നോക്കുമ്പോൾ മരുഭൂമിയിലാണ് കൂടുതലും. ഈ ഒട്ടകത്തിൻ്റെ പുല്ല് അങ്ങനെയുള്ള എല്ലാത്തിൻ്റെ കൃഷിപ്പണിയായിരുന്നു, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ആദ്യത്തെ മില്ലിന്റെ പേരെന്തായിരുന്നു? ആദ്യത്തെ മില്ലിന്റെ പേര് അത് നശിച്ചു പോയിണ്ടായിരുന്നു എന്റെ കയ്യിൽ കിട്ടുമ്പോൾ. ഒരാൾ ചെയ്തിട്ട് ഇട്ടുപോയതാണ്. അപ്പൊ നമ്മളാണോ പേരിട്ടത് അത്തീഖ് അബ്ദുല്ല? അത്തീഖ് അബ്ദുല്ല എന്ന് പേരിട്ട് ഞാനാണ്. എന്റെ കയ്യിൽ കിട്ടി നോക്കുമ്പോൾ പിന്നെ ഇത് പറഞ്ഞാൽ കൊണ്ടുകൊടുക്കാൻ മാർഗമില്ല. കാരണം നമുക്ക് തലമേറ്റി കൊണ്ട് പോകണം, എന്താ ചെയ്യാ, ഒരു രക്ഷയില്ല. അപ്പോൾ ഒരാളിനോട് പറഞ്ഞു ഒരു സൈക്കിൾ പിടിക്കാൻ പറഞ്ഞു. ഒരു സൈക്കിൾ വാങ്ങി. ഇത് 200 ദിർഹംസ് ഇറക്കിയിട്ട് ഒരു സൈക്കിൾ വാങ്ങിയായിട്ട്. 200 ദിർഹംസ് ആയിരുന്നു? 200 ദിർഹംസ്. മില്ലിലത്തെ പണികളും കാര്യങ്ങളൊക്കെ കുറേ അവിടെ നിൽക്കണേ പയ്യനെ 2 മാസം ജോലിക്ക് നിർത്തിങ്ങായിട്ട് അവൻ്റെ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്ത് പിന്നെ സ്വന്തം തുടങ്ങാൻ തുടങ്ങി. കാരണം അന്ന് രാത്രി വരും, രാത്രി വന്നതായിട്ട് ആവുന്നതും ചെയ്തു വെക്കാൻ പറ്റുന്നത് ചെയ്തു വെക്കും. എന്നിട്ട് റൂമിൽ പോവും. എന്നിട്ട് റൂമിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പാക്കറ്റാക്കിയൊക്കെ വെച്ച് എല്ലാവരും സൈക്കിളിൻ്റെ മുകളിലേക്കുള്ള പാക്കറ്റ്. സഫ, ജുമേര ഫുള്ളായിട്ട് ഹോട്ടലൊക്കെ ഉണ്ട്. ഹോട്ടലിൽ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ ചവിട്ടിയിട്ട് പോവും. അത് ജുമേരയുടെ ഏറ്റവും അവസാനമായിരുന്നു ചിക്കാഗോ ഹോട്ടൽ എന്ന് പറയുന്ന ഹോട്ടൽ. അതിന്റെ പേരെല്ലാം ഇപ്പൊ മാറ്റിയിട്ടുണ്ട്. അതായിരുന്നു ചിക്കാഗോ ഹോട്ടൽ അല്ലേ? അപ്പൊ നേരെ സൈക്കിൾ ഓടിച്ച് അവിടെ വരെയും പോയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം അവിടെ കൊണ്ട് കൊടുത്തിരുന്നത് അല്ലേ? കൊടുത്തിരുന്നത്. ഞാൻ ഓരോരുത്തരോടൊന്ന് കൊണ്ടുപോയിണ്ടായിരുന്നു. എൻ്റെ അളിയനെ സുംസുദ്ദീനെ കൊണ്ടുപോയി. മകൻ വന്നു. അതുമാതിരി തന്നെ പിന്നെ വേറെ 1-2 ആൾക്കാർ ഞാൻ ഇവിടെ കൊണ്ടുപോയതിൻ്റെ ശേഷം അവരിങ്ങനെ നടത്തി ഡെവലിങ്ങനെ ആയതിൻ്റെ ശേഷം അവർക്ക് തോന്നിയതാണ് ഇത് പേര് ഒന്ന് മാറ്റി. പേര് മാറ്റിക്കാളെന്ന് പറയുമ്പോൾ പഞ്ചായത്തിലോ അല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റാനൊന്നും പറ്റില്ല, നമുക്ക് പലതും മാറ്റാം. അവരാണ് ഈ നെല്ലറ ഫ്ലവർ മില്ല് എന്നുള്ള പേരിട്ടത്. എങ്ങനെയാണ് റോസ് ഫ്ലവർ എന്നുള്ള ബ്രാൻഡ് വന്നത്? റോസ് ഫ്ലവർ ബ്രാൻഡ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പല പിന്നെ അതിനെ മുകളിലും വരുമല്ലോ, പത്രത്തിന് നോട്ടീസിൻ്റെ ഇതിലൊക്കെ ആയിട്ട്. അങ്ങനെ ആ പൂവ് കണ്ടു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ ഇത് കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ബ്രാൻഡ് പ്രസിദ്ധർക്ക് കൊടുത്തു. അങ്ങനെ ഉണ്ട്. അത് ഇത് ഗവൺമെൻറ് മറ്റേ ഡിപ്പാർട്ട്മെൻ്റ് അറിയുന്ന പേരല്ല അത്. അത് കുറച്ച് അതിൻ്റെ ചോപ്പ് അതിൻ്റെ ആ മറ്റേ കേസൊക്കെ ഉണ്ടല്ലോ, ആ പാക്കിങ്ങിന് ഒരു പവർ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, അപ്പൊ നമ്മൾ ഈ സൈക്കിളിൽ പോയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ, അത് പിന്നെ വാനിലേക്കായി മാറിയില്ല? അപ്പൊ സെയിൽ കുറച്ച് കൂടി, ആവശ്യക്കാർ കൂടി, സൈക്കിളിനെ മുകളിൽ കൊണ്ടുപോകാൻ പറ്റാതായി. സൈക്കിളിനോട് എത്ര കയറുക അറിയില്ല. അപ്പോൾ ഒരു വണ്ടി കുറച്ച് കാശൊക്കെ തിരുമറി ചെയ്തതിനായിട്ട് ഒരു 4500 ദിർഹംസിന് ഒരു വാൻ എടുത്തു. അതൊക്കെ ഒന്നും ധാരണ ഉണ്ട്, കാരണം അങ്ങനെ ഉണ്ടാക്കുന്ന കാശ് തന്നെ. മനസ്സിലായിട്ടുണ്ട്, അതൊന്നും ധാരണ പോകില്ലല്ലോ. എന്നിട്ട് അതിന് ശേഷം ബസ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഒരുത്തുണ്ടായിരുന്നു. അവനോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഞാൻ അത് ഓടിക്കൊള്ളാന്ന് പറഞ്ഞു. അപ്പോൾ ഓനക്കൊരു 400 ദിർഹംസ് കൊടുക്കും മാസം. സാധനങ്ങളൊക്കെ 3 മണിയാകുമ്പോഴത്തേനും അവൻ അതിൽ കയറ്റി ലെവലാക്കി അവനായിട്ടാണ് പോകും. പിന്നെ ഒക്കെ കാറിനായി. സ്റ്റേഷൻ വേഗം കാറാണ്. സ്റ്റേഷൻ വേഗം ബാക്കിൽ സ്ഥലം ഉണ്ടാവും, അതിൽ കയറ്റിയിട്ടാണ് പോകും. അതൊക്കെ വിറ്റ് കാര്യമാക്കി ഒരു 6-7 മണിയാകുമ്പോഴത്തേനും കടയിലേക്ക് എത്തും.
സമയമായാലോ അല്ലേ? അതെ കുറച്ച് നല്ല വിശേഷങ്ങളൊക്കെ നമ്മൾ അറിയാൻ പറ്റും. ഇനിയൊരു കോഫി കുടിച്ചാലോ? കോഫി എനിക്ക് വേണം, പക്ഷേ ഇത് ഇവിടുന്ന് വേണ്ട. നമുക്ക് ആക്ച്വലി നെൽസ് കഫേയിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും. ഇവിടുന്ന് ആക്ച്വലി വേറൊരു ദിവസം ഒരു കോഫി കുടിക്കേണ്ടി വരുന്നുണ്ട്. നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇരിക്കാം. നമ്മളപ്പോൾ ഒന്ന് നെൽസ് കഫേയിൽ പോയിട്ട് വരാം. നല്ല രസമുണ്ട് ഇതിൻ്റെ ആംബിയൻസ് ഒക്കെ തന്നെ. എനിക്ക് ഈ നാട്ടിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു ഡിഫറെൻ്റ് ഒരു കഫേ ആണ് കേട്ടോ. അതെ വേറെ ഒരു ഫീൽ ഉണ്ട്. അതെ. So once again, we are actually in conversation with Fazlur Rahman, CEO of RF Combine. ഉപ്പാടത്ത് നിന്ന് ഒരുപാട് വിശേഷങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. ഇനി അടുത്ത ജനറേഷൻ മകനിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. So we'll start from this cafe, Nels Cafe. ഭയങ്കര ഡിഫറെൻറ്റ് നെയിമാണ്. ഈ ഒരു ബിസിനസ് മോഡൽ ഇവിടെ കേരളത്തിൽ മറ്റു സ്ഥലത്തൊക്കെ ഉണ്ടോ? ഇത് ആക്ച്വലി ഒരു ഫ്രാഞ്ചൈസി കോൺസെപ്റ്റാണ്. നമുക്ക് ദുബായിൽ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, നെൽസ് റെസ്റ്റോറൻറ്റ് എന്നുള്ള പേരിലുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നാട്ടിൽ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ച ഒരു കോഫി ഷോപ്പിൻ്റെ ഒരു ചെയിനായിട്ട് സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എവിടെയൊക്കെ ഉണ്ട്? ഇപ്പോൾ ഇത് നമ്മൾ സ്വന്തമായിട്ട് ഒരെണ്ണം നമ്മൾ RF കമ്പൈൻ്റെ അണ്ടറിൽ ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തതാണ്. ഓക്കെ, ഇനി നമുക്ക് എൻക്വയറീസ് ഉണ്ട്. നമുക്ക് കാലിക്കറ്റ്, കോട്ടക്കൽ, പെരിന്തൽമണ്ണ ഇവിടെയൊക്കെ നമുക്ക് എൻക്വയറീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുക. സോ RF കമ്പൈൻ്റെ 40 years എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ഹ്യൂജ് മൈൽ സ്റ്റോൺ ആണല്ലോ. ഇതിൽ നമുക്ക് എടുത്ത് പറയാൻ പറ്റിയ ഓർമ്മയിൽ നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു ജേർണിയിൽ? ഹോൾസെയിൽ ബിസിനസ് ആയിട്ടാണ് ഇതിങ്ങനെ മുന്നോട്ട് പോയത്. ഓക്കെ, പിന്നെ ഒരു 92 ഒക്കെ ആയപ്പോൾ ഷംസുക്ക വന്നു. എൻ്റെ അങ്കിളാണ്, അങ്കിളാണ്, ഉമ്മാൻ്റെ ഓൺ ബ്രദറാണ്. ഓക്കെ, അതിൻ്റെ ശേഷം ഒരു 2004 നെല്ലറ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വരുന്നത്. അത് ആക്ച്വലി ഒരു റെസിപ്പി പൗഡർ എന്നുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് നമുക്ക് മലയാളികൾക്ക്, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻസിന് വേണ്ടിയിട്ട് നമ്മൾ ദുബായിലാണ് ഇത് ജന്മം കൊടുക്കുന്നത്. അപ്പോൾ സൗത്ത് ഇന്ത്യൻസിന് വേണ്ടിയിട്ട് ഒരു ബ്രാൻഡ് എന്നുള്ളതായിരുന്നു അന്ന് മാമനും ഉണ്ണിക്കൊക്കെ ഡിസൈഡ് കണ്ടിരുന്നൊരു കാര്യം. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ നമ്മളൊരു 2010 ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ദുബായിൽ തന്നെ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തു, നെല്ല റെസ്റ്റോറൻറ്റ്. നമുക്ക് റീറ്റെയിൽ ഷോപ്പ് ഓൾറെഡി ഉണ്ടായിരുന്നു അവിടെ, റീറ്റെയിൽ ഷോപ്പ്. ആ റീറ്റെയിൽ ഷോപ്പിന് ഫിൽഫിൽ നമ്മൾ ബ്രാൻഡ് റീനെയിം ചെയ്തു, ബ്രാൻഡ് ചെയ്തു. ഓക്കെ, അതിപ്പോൾ നമുക്കൊരു 4-5 പിന്നെ ഷോപ്സ് നമുക്കുണ്ട്. അപ്പോൾ അത് നമുക്കൊരു എക്സ്പാൻഷൻ പ്ലാൻ നമുക്കിപ്പോൾ അതിനകത്തുണ്ട്. ഓക്കെ, പിന്നെ അതിന് ശേഷം നമുക്ക് ഫ്രഷ് ഫുഡിലേക്ക് നമ്മൾ വന്നു. അത് 2018 നമ്മൾ വരുന്നത്. ഫ്രഷ് ഫുഡ് നമ്മൾ ഈ ദോശ ബാറ്റർ, അതുപോലെ തന്നെ പൊറോട്ട, ചപ്പാത്തി, അങ്ങനെയുള്ള അത് വേറെ തന്നെ ഡിവിഷനായിട്ട് ഉമ്മുൽക്കോയിൽ നമുക്ക് വലിയൊരു ഫാക്ടറി അത് മാത്രമായിട്ടുണ്ട്. കൺസൾട്ടൻസ് ഉണ്ട് നമുക്ക്. അപ്പോൾ അവരുടെയും കൂടെ ഒരു അഡ്വൈസ് മാനിച്ചിട്ടാണ് ഷിഹാബുദ്ദീൻ തങ്ങൾ, അതുപോലെ ജോഫി, ഹനീഫ എന്ന് പറയുന്ന 2 കൺസൾട്ടൻസ് ഒരു 15 വർഷത്തിന് മുകളിലായിട്ട് നമുക്കുണ്ട്. അപ്പോൾ അവരുടെ ഒരു അഡ്വൈസ് ആയിരുന്നു ആക്ച്വലി ഈ ഫ്രഷ് ഫുഡ് നമ്മൾ തുടങ്ങണം എന്നുള്ള കാര്യം. അപ്പോൾ അത് നല്ല മാർക്കറ്റാണല്ലോ, നല്ല മാർക്കറ്റാണ്. അപ്പോൾ അത് തുടങ്ങിയതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ശരിക്കും നമ്മുടെ ബ്രാൻഡിനത് കുറച്ചും കൂടെ ഗുണം ചെയ്തു. ഇപ്പോൾ A ക്ലാസ് ഔട്ട്ലെറ്റുകളിൽ നിന്നൊക്കെ നമുക്ക് ഇങ്ങോട്ട് കോൾ വരികയും നമ്മളെ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞു. നെൽസ് റെസ്റ്റോറൻറ്റ് ഫ്രാഞ്ചൈസി കോൺസെപ്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തു. UAE, ദുബായ്, അതുപോലെ തന്നെ ഷാർജ, റാസൽ ഖൈമ, അബുദാബി ഇവിടങ്ങളിലൊക്കെ നമുക്കത് ചെയ്യാൻ പറ്റി. നല്ല രീതിയിൽ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ആ ഒരു ഇതിൽ നിന്നാണ് നമ്മൾ നാട്ടിൽ നെൽസ് കഫേ തുടങ്ങുക എന്നുള്ളൊരു താല്പര്യം നമുക്ക് വന്നത്. ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഉണ്ട്. അതിന് നമുക്ക് malabarspices.com എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ മലബാർ സ്പൈസസ് എന്ന് പറയുമ്പോൾ സത്യത്തിൽ മലബാർ എന്ന് പറയുന്നത് ആക്ച്വലി സ്പൈസസുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. പണ്ട് അറബികളൊക്കെ നാട്ടിലേക്ക് മലബാറിൽ വന്നിട്ടാണല്ലോ ഈ സ്പൈസ് കൊണ്ടുവരുന്നത്. അങ്ങനെയാണല്ലോ അവര് തിരുവനന്തപുരത്തുള്ള ആൾക്കാരും മലബാറിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇത് നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ആ പേര് കൊടുക്കാനുള്ള കാരണം. malabarspices.com നമുക്ക് ഡൊമൈൻ നമ്മളെടുത്ത് അത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അറബ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു ബ്രാൻഡും കൂടി നമുക്കുണ്ട്. അത് മൽഹാർ എന്നാണ്. അത് ഈ വർഷമാണ് നമ്മൾ ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുവരെ ലോഞ്ച് ചെയ്തിട്ടില്ല. കുറച്ച് കാലങ്ങളായിട്ട് അതിൻ്റെ പണികൾ നടക്കുന്നുണ്ടെങ്കിലും ലോഞ്ച് ചെയ്തിട്ടില്ല. 40th ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ വർഷം ലോഞ്ച് ചെയ്തു.
നമുക്ക് ഗൾഫിൽ ഇപ്പം നിങ്ങളുടെ പ്രൊഡക്ഷൻ എവിടെയൊക്കെ ഉണ്ട്? ഏതൊക്കെ ഗൾഫ് കൺട്രീസിൽ ഇപ്പം നമുക്ക് പ്രോഡക്ട്സ് എല്ലാം കിട്ടുന്നുണ്ട്? നമുക്ക് പ്രൊഡക്ഷൻ ഉള്ളത് അജ്മാൻ, ദുബായ്, പിന്നെ ഇന്ത്യയിൽ, കേരളത്തിൽ. ഓക്കെ. ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ നമ്മളൊരു പ്ലാന്റിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഫ്യൂച്ചർ പ്ലാൻസ് അല്ലേ? അതാണ് ഫ്യൂച്ചർ പ്ലാൻ. അതെ. GCC എല്ലായിടത്തും നമ്മുടെ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ US, കാനഡ, UK, അയർലൻഡ്, അങ്ങനെ ഒരുപാട്, പിന്നെ അതുപോലെ ആഫ്രിക്കൻ കൺട്രീസിൽ കുറേയധികം കൺട്രീസിലൊക്കെ അവൈലബിൾ ആണ്. അതേപോലെ നമുക്കറിയാലോ, ഇപ്പോൾ UAE എന്ന് പറയുന്ന ഒരു രാജ്യം എത്രയോ ബിസിനസ്സുകൾക്ക് വളരാൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോമായ സ്ഥലമാണ്. ഇപ്പോൾ UAE എന്ന് പറയുന്ന രാജ്യത്ത് വന്നിട്ടാണ് ഈ ഒരു കമ്പനി ഇത്രയും ഫ്ലറിഷ്ഡ് ആയത്. സോ വാട്ട് ഡു യു തിങ്ക് അബൌട്ട് കൺട്രി ലൈക്ക് UAE? എത്ര സപ്പോർട്ടീവാണ് ബിസിനസ് ചെയ്യാനായിട്ട്? മെയ്ഡ് ഇൻ UAE എന്നുള്ള ആ ഒരു ലാബിൽ ആദ്യമായിട്ട് റെസിപ്പി പൗഡേഴ്സ് സ്റ്റാർട്ട് ചെയ്തത് നമ്മളാണ്. കേരളത്തിലുള്ള ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? കേരളത്തിൽ നമുക്ക് എല്ലാ ജില്ലകളിലും ഡിസ്ട്രിബ്യൂഷൻ പ്ലാൻ ഉണ്ട്. പിന്നെ നെല്ലറ എന്നുള്ളൊരു ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രോ ചെയ്യാൻ ആളുകൾക്കൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. നമുക്ക് അറിയില്ലാത്തൊരു സംഭവമുണ്ട്. ക്ലാസിക്കൽ മ്യൂസിക് ട്രെയിനിങ് കിട്ടിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്, ചെറുപ്പം മുതലേ പഠിച്ചിട്ടുണ്ട്. എനിക്കറിയാം ഇത് ഭയങ്കര ഒരു ഓഫ് ഹാൻഡ് സംഭവമാണ്. പക്ഷെ നമ്മളിത് ഭയങ്കര ഫോർമലായിട്ട് ബിസിനസ്സിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നമുക്ക് 2 വരി പാട്ട് കേൾക്കാൻ പറ്റും. ഇത് പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഇത് ഒട്ടും എക്സ്പെക്റ്റഡ് അല്ല. അതുകൊണ്ട് പാട്ട് തൽക്കാലം ഞാൻ ഒരു 2 വരി സ്വരങ്ങൾ അതാകുമ്പോൾ കുറച്ചും കൂടെ ശരി ക്ലാസിക്കൽ ആവും ചെയ്യുമല്ലോ. ഓക്കെ. സരി ഗമ പ ഗമ പ പ ഗമ പദ നി ദ പ മ ഗമ പ ഗമ ഗരി സ സാ നി ദ നി ദ പ ധ പ മ പ പ ഗമ പദ നി ദ പ മ ഗമ പ ഗമ ഗരി സ സാ സാ നി ദ നി ദ പ ധ ധ പ മ പ പ ഗമ പദ നി ദ പ മ ഗമ പ ഗമ ഗരി സ സരി ഗരി ഗ ഗമ പ മ പ ധ പ ധ മ പ ധ പ ധ നി ദ പ മ പ ധ പ മ ഗരി സ സരി ഗമ പ പ ധ ധ പ മ മ പ ധ നി സ സാ നി ദ പ സാ നി ദ പ മ ഗരി സ. സദ്യയായിട്ട് പാടി. ആക്ച്വലി RF കമ്പൈൻ്റെ CEOക്ക് ഇത്ര ടാലൻ്റ് ആയിട്ടുള്ള അറിയാം നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു. അപ്പം ഫസ്റ്റുക 40 വർഷമായിട്ട് നമുക്കറിയാവുന്ന ഒരു ബ്രാൻഡാണ് RF കമ്പൈൻ എന്ന് പറയുന്ന ഒരു കമ്പനി. അപ്പോൾ ഈ കമ്പനിയിൽ 20 years ആയിട്ട് ഫസ്റ്റുക അതിൽ ലീഡ് ചെയ്യുന്നുണ്ട്. ഇനിയും ഇത് സത്യം പറഞ്ഞാൽ എല്ലാ പ്രവാസികളുടെ മാത്രമല്ല എല്ലാ മലയാളികളുടെയും ഒരു പ്രൗഡ് മൂമെൻറ്റ് തന്നെയാണ്. ഇനിയും വരുന്ന വർഷങ്ങൾക്ക് ഈ കമ്പനിക്ക് ഒരുപാട് ഗ്രോത്ത് ഉണ്ടാവട്ടെ. മേ യു ഓൾസോ ഹാവ് ഫുൾ എനർജി ആൻഡ് ഫുൾ സപ്പോർട്ട് to lead this company. എന്തായാലും ഇത്ര നേരം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. ആൻഡ് നെക്സ്റ്റ് ടൈം നിങ്ങൾ നാട്ടിലേക്ക് വരുമ്പോഴത്തേക്കും നെൽസ് കഫേയിൽ വന്ന് ഇവിടുത്തെ കോഫി കഴിക്കാൻ മറക്കണ്ട. കാരണം ഇറ്റ്സ് അമേസിംഗ് കോഫി. നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേക്കും ഒരുപാട് പുതിയ നെൽസ് കഫേയും ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ ഇത് തന്നെ അവർ തന്നെ പ്രോഡക്റ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ കിസേസിലുള്ള നെല്ലറ റെസ്റ്റോറൻറ്റിലേക്ക് വന്നാൽ മതി. കഴിഞ്ഞ 14 വർഷമായിട്ടുള്ള റെസ്റ്റോറൻ്റാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ ബീഫ് ബിരിയാണിയാണ്.